So once again, welcome back to Mantra. So നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ 5th സെമസ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പർ ആയിട്ടുള്ള കണ്ടംപററി ലിറ്റററി തിയറി എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു പേപ്പറിൽ നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നമ്മൾ ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കും, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മൊഡ്യൂൾ 1 ന്യൂ ക്രിറ്റിസിസം, അതുപോലെ റഷ്യൻ ഫോർമലിസം, അതുപോലെ സ്ട്രക്ചറലിസം, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഐറണി, പാരഡോക്സ്, ആംബിഗ്വിറ്റി, ഈ പല വാക്കുകളും, ബൈനറി ഓപ്പോസിഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ അറിയുന്നതായിരിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ആസ്പെക്റ്റിൽ നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ മൊഡ്യൂൾ 2 പോസ്റ്റ് സ്ട്രക്ചറലിസമാണ്. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ ഫെമിനിസം, അതുപോലെ ഈ രണ്ട് ടോപ്പിക്സാണ് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആൻഡ് മൊഡ്യൂൾ 3 മാർക്സിസത്തെ കുറിച്ചും അതുപോലെ ന്യൂ ഹിസ്റ്റോറിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് മൊഡ്യൂൾ 4 സൈക്കോ അനാലിസിസ്, അതുപോലെ എന്താ പറയുക, ഈ അത്തരം കുറച്ച്, അതുപോലെ ഈ ക്വയർ തിയറി, ഇത്തരം ടോപ്പിക്സൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഇതിലേക്ക് സ്ലൈഡിലേക്ക് വരാം. അപ്പം ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ന്യൂ ക്രിറ്റിസിസത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിന് മുൻപ് ജസ്റ്റ് ക്രിറ്റിസിസം എന്താണെന്നൊന്ന് നോക്കാം. സോ ലിറ്റററി ക്രിറ്റിസിസം ഈസ് എ കമ്പാരിസൺ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ഓർ ഇവാലുവേഷൻ ഓഫ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ. അതായത് ലിറ്ററേച്ചറിൻ്റെ ഒരു വർക്കിനെ കമ്പയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട്, ഈ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുന്ന, ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പറയുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പോയിൻ്റ് നമ്മൾ ഈ ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ന്യൂ ക്രിറ്റിസിസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. New criticism is a literary theory that emphasizes close reading and the interaction between form and meaning. അതായത് ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ലിറ്റററി തിയറിയാണ് that emphasizes close reading and the interaction between, അതായത് ക്ലോസ് റീഡിങ്, ഒരു ടെക്സ്റ്റിനെ നമ്മൾ ക്ലോസ് റീഡ് ചെയ്യുക, അതായത് നമ്മൾ സൂക്ഷ്മമായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണത് വരുന്നത്. അതുപോലെ നമ്മളുടെ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഫോം ആൻഡ് മീനിങ്, ആ ഒരു അതായത് റൈറ്റ് ചെയ്തിരിക്കുന്ന ഫോമും അതിൻ്റെ മീനിങ്ങുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് സ്ലൈഡിലേക്ക് വരാം. ന്യൂ ക്രിറ്റിസിസം വാസ് എ ഫോർമലിസ്റ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇതിൽ ഒരു ഫസ്റ്റ് പോയിൻ്റാണ്. ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ഫോർമലിസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഇൻ ദ ലിറ്റററി തിയറി ദാറ്റ് ഡോമിനേറ്റഡ് അമേരിക്കൻ ലിറ്റററി ക്രിറ്റിസിസം. ഓക്കെ, സോ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ന്യൂ ക്രിറ്റിസിസം ഒരു ഫോർമലിസ്റ്റ് മൂവ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത് നമുക്ക് ദാറ്റ് ഡോമിനേറ്റഡ് ദ അമേരിക്കൻ ലിറ്റററി ക്രിറ്റിസിസം ഇൻ ദ മിഡിൽ ഡെക്കേഡ്സ് ഓഫ് 20th സെഞ്ച്വറി. അതായത് നമ്മളുടെ 20ാം നൂറ്റാണ്ടിൻ്റെ മിഡിൽ ഡെക്കേഡ്സിൽ അമേരിക്കൻ ക്രിറ്റിസിസത്തെ അല്ലെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചറിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഫോർമലിസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് എംഫസൈസസ് ക്ലോസ് റീഡിങ്, പെർട്ടിക്കുലർലി ഓഫ് ദ പോയട്രി, ടു ഡിസ്കവർ ഹൗ എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ഫങ്ഷൻ ആസ് എ സെൽഫ് കണ്ടെയ്ൻഡ്, സെൽഫ് റെഫറൻഷ്യൽ എസ്തെറ്റിക് ഒബ്ജക്റ്റ്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് ക്ലോസ് റീഡിങ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോസ് റീഡിങ്ങിലൂടെ ഒരു വർക്കിനെ അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു ആസ് എ സെൽഫ് കണ്ടെയ്ൻഡ്, സെൽഫ് റെഫറൻഷ്യൽ എസ്തെറ്റിക് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന, അതിനെ നിരീക്ഷിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ദ മൂവ്മെൻറ്റ് ഡിറൈവ്ഡ് ഇറ്റ്സ് നെയിം ഫ്രം ജോൺ ക്രോ റാൻസംസ് 1941 ബുക്ക് ദ ന്യൂ ക്രിറ്റിസിസം. അതായത് ദ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന 1941 പ്രധാനപ്പെട്ട ഒരു റൈറ്ററായിരുന്ന ജോൺ ക്രോ റാൻസം എന്ന് പറയുന്ന വ്യക്തിയുടെ
ബുക്കിൽ നിന്നാണ്, ആ ബുക്കിൻ്റെ പേരിൽ നിന്നാണ് ഈ പറയുന്നൊരു മൂവ്മെൻറ്റിന് ഈ ഒരു പേര് ലഭിച്ചിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിയുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പോയിൻ്റ് കൂടിയാണ്. ഓക്കെ, ടു ദ ന്യൂ ക്രിട്ടിക്സ്, അതായത് അക്കോർഡിംഗ് ടു ദ ന്യൂ ക്രിട്ടിക്സ് പോയട്രി വാസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിസ്കോഴ്സ്. അതായത് പോയട്രി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഡിസ്കോഴ്സാണ്, എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മീൻസാണ്, ഒരു വഴിയാണ്. ടു കമ്മ്യൂണിക്കേറ്റ് ദ ഫീലിംഗ് ആൻഡ് തോട്ട് ദാറ്റ് കുഡ് നോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ എനി അതർ കൈൻഡ് ഓഫ് ലാംഗ്വേജ്. അതായത് ലാംഗ്വേജിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു വിഭാഗത്തിലൂടെയും നമുക്ക് ഇത്രയും നന്നായിട്ട് ഇമോഷൻസിനെയും അതുപോലെ ഫീലിങ്സിനെയും തോട്ടുകളെയൊന്നും ചിന്തകളെയൊന്നും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ പറയുന്ന പോയട്രി എന്ന് പറയുന്ന സംഭവം ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിസ്കോഴ്സാണ്. അതിലൂടെയാണ് ഏറ്റവും മികച്ച രീതിയിൽ ഫീലിങ്സും തോട്ട്സും കാര്യങ്ങളൊക്കെ ഇമോഷൻസും ഒക്കെ കൺവേ ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസത്തിൽ ഇവർ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിഫേർഡ് എന്ന് പറയുമ്പം അത് അതിന് വളരെയധികം ഡിഫറൻസ് ഉണ്ടെന്ന്. ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ന് പറയുമ്പം ഇറ്റ് ഡിഫേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ന് പറയുമ്പം അതിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഫ്രം ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ഓർ ഫിലോസഫി. ഓക്കെ, സയൻസിൻ്റെയും ഫിലോസഫിയുടെയൊക്കെ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത് അത് എഴുതുന്നൊരു രീതിയാണ്, അല്ലെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ്. കുറച്ചുകൂടെ എന്താ പറയുക, ഫാക്ട് ബേസ്ഡ് ആയിരിക്കും, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഈ സയൻസ് അതുപോലെ ഫിലോസഫി ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ബട്ട് ഫിക്ഷൻ അങ്ങനെയല്ല. ഫിക്ഷൻ എപ്പോഴും നമുക്ക് ചിലപ്പം നമ്മൾക്ക് അതിലുള്ള നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു പെട്ടെന്ന് ഫസ്റ്റ് വായിക്കുന്ന ഒരു മീനിങ്ങിലായിരിക്കില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയം മുന്നോട്ട് പോകുന്നത്. അതിന് നമ്മൾ ഒരുപാട് ലിറ്റററി ഡിവൈസുകളൊക്കെ ഉപയോഗിക്കും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലിറ്റററി ഡിവൈസുകൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കും. പക്ഷേ സയൻസിലും ഫിലോസഫിയിലും ഒക്കെ ഡയറക്റ്റ് പോയിൻ്റാണ്, എന്താണ് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ എഴുതി വയ്ക്കാറുള്ളത്. പക്ഷേ ബട്ട് ഇറ്റ് കൺവേഡ് ഈക്വലി വാലിഡ് മീനിങ്, അതായത് എന്നിരുന്നാലും അത് ഈക്വലി വാലിഡ് ആയിട്ടുള്ള മീനിങ് ആണ് കൺവേ ചെയ്യുന്നത് എന്നും ഇവർ പറയുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് ഫോർമലിസ്റ്റിക് ക്രിട്ടിക്സ്, the new critics focus their attention on the variety and degree of certain literary devices, especially metaphor, irony and paradox. അതായത് ഫോർമലിസ്റ്റ് ക്രിട്ടിക്സിനെ പോലെ ഈ ന്യൂ ക്രിട്ടിക്സും അവരുടെ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദ വെറൈറ്റി ആൻഡ് ഡിഗ്രി ഓഫ് ദ സെർട്ടൈൻ ലിറ്റററി ഡിവൈസസ്, അതായത് ഈ ലിറ്റററി ഡിവൈസുകളുടെ ഒരു വെറൈറ്റിയെക്കുറിച്ചും അതുപോലെ അതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു തീവ്രതയെക്കുറിച്ചും ഒക്കെയാണ്. അതായത് ലൈക്ക് മെറ്റഫർ, ഐറണി, പാരഡോക്സ് ഒക്കെ പോലെയുള്ള ലിറ്റററി ഡിവൈസുകളുടെ അത് അവർ എങ്ങനെയാണ് അവർ ആ വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടൊക്കെയാണ് ഇവർ ഈ പറയുന്ന ക്രിറ്റിസിസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര്? ന്യൂ ക്രിറ്റിസിസം. ആരെ പോലെ? ഫോർമലിസ്റ്റ് ക്രിറ്റിക്സിനെ പോലെ. ഓക്കെ, ആൻഡ് നമുക്കടുത്ത പോയിന്റ്, ദ ന്യൂ ക്രിറ്റിക്സ് എംഫസൈസ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിൻ്റാണ്, എംഫസൈസ്ഡ് ക്ലോസ് റീഡിങ് ആസ് എ വേ ഓഫ് എൻഗേജ് വിത്ത് ദ ടെക്സ്റ്റ് ആൻഡ് പെയ്ഡ് ക്ലോസ് അറ്റൻഷൻ ടു ദ ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ ഫോം ആൻഡ് മീനിങ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻറ്റിൻ്റെ വേറെ രീതിയിൽ എഴുതി വെച്ചതാണ്. ദ ന്യൂ ക്രിട്ടിക്സ് എംഫസൈസ്ഡ് ക്ലോസ്, അതായത് അവരെ എൻകറേജ് ചെയ്തു അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തു ക്ലോസ് റീഡിങ് ആസ് എ വേ ഓഫ് എൻഗേജ് വിത്ത് ദ ടെക്സ്റ്റ്. എൻഗേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇടപെടുക എന്നുള്ള രീതിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ക്ലോസ് റീഡിങ്ങിനെ ടെക്സ്റ്റിലേക്ക് എൻഗേജ് ചെയ്യാനുള്ളൊരു മാർഗമായിട്ട് അവർ കണ്ടു. അതുപോലെ പെയ്ഡ് ക്ലോസ് അറ്റൻഷൻ ടു ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ, അതായത് ഫോം, ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഫോമിനെയും അത് ഉദ്ദേശിക്കുന്ന മീനിങ്ങും തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ അവർ ക്ലോസ് അറ്റൻഷൻ നൽകി, അതിനെ കുറച്ചുകൂടെ അറ്റൻഷൻ നൽകിക്കൊണ്ട് അവർ നിരീക്ഷിച്ചു എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് ഈ ക്ലോസ് റീഡിങ്ങും എന്താ പറയുക കാര്യങ്ങളൊക്കെ. നമുക്കടുത്ത ഒന്ന് രണ്ട് പോയിന്റിലേക്ക് കൂടെ പോവാം. അതിനിടയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ഇൻ ദ ന്യൂ ക്രിറ്റിസിസം. ഓക്കെ, I.A. റിച്ചാർഡ്സ് ഉണ്ട്, വില്യം കെ അതുപോലെ വില്യം എംസൺ, T.S. എലിയോട്ട്, റോബർട്ട് വാറൻ, അലൻ ടൈറ്റ്, F.R. ലേവിസ്, അതുപോലെ ക്ലിൻറ്റ് ബ്രൂക്സ്, ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ്. ഞാൻ നേരത്തെ ഒരാളുടെ പേരൂടെ പറഞ്ഞിരുന്നു, ആ ഒരു വ്യക്തിയെ കൂടെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം.
New criticism is all about the text. In fact, forget about when and where the author lived and whether the author was rich or poor or a man or a woman. ഓക്കെ, ഈ പറയുന്ന ന്യൂ ക്രിറ്റിസം എന്ന് പറയുന്നത് ടെക്സ്റ്റിനെയാണ് അവർ കാര്യമായിട്ട് നോക്കുന്നത്. ജസ്റ്റ് ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഇത്രയും കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു കവിതയായാലും ഒരു കഥയായാലും ഒക്കെ പഠിക്കുമ്പം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചാപ്റ്ററിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഒരു കവിതയുടെ പേരുണ്ടാവും. അതിന് തൊട്ട് താഴെ അതെഴുതിയിരിക്കുന്ന ആൾ, അദ്ദേഹം എന്ന് ജനിച്ചു, എവിടെ ജനിച്ചു, എന്ന് മരിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പഠിക്കാറുണ്ട് അല്ലേ, അത് എഴുതിയിട്ടുള്ള ആളെപ്പറ്റി. അതുപോലെ നമ്മൾ ഈ ടെക്സ്റ്റിനെ ക്ലോസ് ആയിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇറങ്ങി പഠിക്കുന്ന സമയത്ത് ഇത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമ്മൾ സോണറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റുകളൊക്കെ കുറിച്ച് പഠിച്ച സമയത്തും അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം നമ്മൾ കവിയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഈ ന്യൂ ക്രിറ്റിക്സ് പറയുന്നത് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതായത് the new criticism is all about the text. In fact, forget, അതായത് ഇൻഫാക്റ്റ് അത് മറന്നേക്കാൻ, എന്തിനെ പറ്റി, എവിടെ നിന്ന് എങ്ങനെ ഓഥർ എഴുതി ഈ ഒരു ബുക്ക്, അല്ലെങ്കിൽ എവിടെയാണ് ഓഥർ ജീവിച്ചിരുന്നത്, അദ്ദേഹം ഒരു ധനികനായിരുന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനായിരുന്നോ, അതൊരു സ്ത്രീ ആയിരുന്നോ പുരുഷനായിരുന്നോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ ന്യൂ ക്രിറ്റിക്സ് പറയുന്നത്. അവർ ടെക്സ്റ്റിൽ ആ ഒരു വർക്കിൽ എന്താണ് ആ ഒരു ഫോമും മീനിങ്ങും ഒക്കെ കൂടെ നമുക്ക് നൽകുന്ന ആശയം, അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസം എന്ന് പറയുന്നൊരു പുതിയ രീതി യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത്. ഓക്കെ, ദ ന്യൂ ക്രിറ്റിക്സ് ഇൻറ്റൻഷണലി ഇഗ്നോർ ദ ഓഥർ, റീഡർ ആൻഡ് ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അവർ ഇൻറ്റൻഷണലി മനഃപൂർവ്വം അവർ ഇഗ്നോർ ചെയ്തു, അവർ ഒഴിവാക്കി, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതെയായി, അല്ലെങ്കിൽ അവർ ശ്രദ്ധ നൽകാതെയായി എന്തിനെക്കുറിച്ച്, ഓഥറിനെക്കുറിച്ചും റീഡറിനെക്കുറിച്ചും സോഷ്യൽ കോണ്ടെക്സ്റ്റിനെക്കുറിച്ചും. അതായത് അത് എഴുതിയ ആളിനെയും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെയും അത് വായിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അത് വായിക്കുന്ന ആളുകളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അതുപോലെ അത് എഴുതപ്പെടാനുണ്ടായ സോഷ്യലായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഇഗ്നോർ ചെയ്തു, മനഃപൂർവ്വം ഇഗ്നോർ ചെയ്തു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് ആണ് അതിനുള്ള കാരണം. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഡിറൈവ്ഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഫ്രം elements in principles of literary criticism as practical criticism by I.A. Richards and from the critical essays of T.S. Eliot. ഓക്കെ, അത് ഈ ഒരു മൂവ്മെൻറ്റ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് പാർട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എലമെൻറ്റ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആസ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, I.A. റിച്ചാർഡ്സിൻ്റെ ഒരു ഭാഗമാണതൊക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവമാണ്. അതൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് ഓപ്പോസ്ഡ് റിവീലിംഗ് ഇൻട്രസ്റ്റ് ഓഫ് സ്കോളേഴ്സ്, ക്രിറ്റിക്സ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് ദാറ്റ് എറ ഇൻ ദ ബയോഗ്രഫി ഓഫ് ദ ഓഥർ, the social context of the literature and the literary history by insisting that the proper concern of literacy is not with the external circumstances of historical position. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, അതിൽ ആ കാലഘട്ടത്തിൽ നല്ല ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ടീച്ചേഴ്സിനും സ്കോളേഴ്സിനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കവിത, പുതിയ കവിത നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ആരെഴുതി, എങ്ങനെ എഴുതി എന്നൊക്കെ മനസ്സിലാക്കാനാണ് കൂടുതലായിട്ട് താല്പര്യം. ആ ഒരു കാലഘട്ടത്തിലെ ഒരു സ്കോളേഴ്സിൻ്റെയും റിസർച്ച് ചെയ്യുന്ന ആളുകളുടെയും അതുപോലെ ക്രിട്ടിക്സിൻ്റെയും അധ്യാപകരുടെയൊക്കെ ഒരു താല്പര്യമാണ് ബയോഗ്രഫി ഓഫ് ദി ഓഥർ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അതൊക്കെയാണ് അതിനകത്ത് പറയുന്ന ആ ബയോഗ്രഫിയെക്കുറിച്ച് മനസ്സിലാക്കുക, സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റിനെ പഠിക്കുക എന്നുള്ളൊരു രീതി, അതിനെ അവർ ഓപ്പോസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ പ്രോപ്പർ കൺസേൺ ഈ ലിറ്ററേച്ചറിൽ പ്രോപ്പർ കൺസേൺ കൊടുക്കേണ്ടത് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസിനോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പൊസിഷനോ അല്ല,
but with the detailed consideration of the work itself as an independent entity. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആയിട്ട് ആ പെർട്ടിക്കുലർ വർക്കിന് കൺസിഡർ ചെയ്തുകൊണ്ട് ഉള്ളൊരു, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുക, അതെങ്ങനെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോം, മീറ്റർ, ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് അതിൽ ആ വാക്കുകൾ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അത് നിങ്ങൾക്ക് എക്സേ ഒക്കെ വരുന്ന സമയത്ത് ഈ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ദ ന്യൂ ക്രിറ്റിസിസം പെയ്ഡ് ക്ലോസ് അറ്റൻഷൻ ടു ദ ലാംഗ്വേജ് ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. ദീസ് ആർ ദ ഫോം, സ്റ്റൈൽ, പാരഡോക്സ്, ആംബിഗ്വിറ്റി, മീറ്റർ ആൻഡ് എക്സെട്ര. ഓക്കെ, അപ്പം ഇവർ ന്യൂ ക്രിറ്റിസം പെയ്ഡ് ക്ലോസ് അറ്റൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്, ക്ലോസ് അറ്റൻഷൻ ടു ദ ലാംഗ്വേജ് ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. അതായത് അതിലുപയോഗിച്ചിരിക്കുന്ന ആ ടെക്സ്റ്റിൻ്റെ ലാംഗ്വേജ്, എസ്പെഷ്യലി ദ ഫോം, സ്റ്റൈൽ, പാരഡോക്സ്, ആംബിഗ്വിറ്റി, മീറ്റർ എക്സെട്ര. ഓക്കെ, ഇതിനെയൊക്കെയാണ് അവർ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആസ് പോയട്രി എംപ്ലോയിഡ് the most interesting usage of language, the new criticism turned their attention to the poetry. To outstanding works of new criticism may be found in Williams Emerson, Seven Types of Ambiguity, and Clint Brooks, The Well Wrought Urn. Okay, so ഈ ഒരു പോയിൻ്റോടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്, അവർ കുറച്ചുകൂടെ ഇത്തരം ഫോംസിനും കാര്യങ്ങൾക്കും സ്റ്റൈലിനും പാരഡോക്സിനും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആംബിഗ്വിറ്റി, അത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പോയട്രിയിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, മനോഹരമായ രീതിയിൽ ഉള്ള ലാംഗ്വേജ് എംപ്ലോയ് ചെയ്തിരിക്കുന്നതെന്ന് കൂടെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, സോ ആസ് എ പോയിൻറ്റ്. ഇനി നമുക്ക് മെയിൻ ഫീച്ചേഴ്സ്, അപ്പം എന്താണ് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഇവർ യഥാർത്ഥത്തിൽ ഇതൊരു ന്യൂ മൂവ്മെൻ്റ് ആണ്, ഒരു ഫോർമലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. മിഡിൽ 20th സെഞ്ച്വറിയിൽ അമേരിക്കയിൽ ഡോമിനേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു തരം ലിറ്റററി മൂവ്മെൻ്റ് ആണ്. ഇവർ ക്ലോസ് റീഡിങ് ഓഫ് ദ ടെക്സ്റ്റിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവർ കൂടുതലായിട്ട് അനലൈസ് ചെയ്തത് ഫോം, ആംബിഗ്വിറ്റി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ്. ഒരു വർക്കിൻ്റെ അതിനെ ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ആയിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഈ എന്താ പറയുക, സ്കോളേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ ഒരു വർക്കിനെ പറ്റി പഠിക്കുമ്പം അത് എഴുതിയിരിക്കുന്ന ആളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അയാളുടെ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അത്തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൺസേൺ ചെയ്യുന്ന ഒരു രീതിയെ അവർ എതിർത്തുകൊണ്ട് ആ ടെക്സ്റ്റിനെ ക്ലോസ് റീഡ് ചെയ്യുക, അതിനെ എന്താ പറയുക പ്രോപ്പറായിട്ട് അതിലുപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസുകളെക്കുറിച്ചും അത് എഴുതിയിരിക്കുന്ന ഫോമുകളെക്കുറിച്ചും അത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന മീനിങ്ങിനെക്കുറിച്ചും ഒക്കെ ക്ലോസ് റീഡ് ചെയ്ത് ക്ലോസ് അറ്റൻഷൻ കൊടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസം അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ് ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. ബാക്കി നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കും. കുറച്ച് പോയിൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ 1-2 ആൾക്കാരുടെ പേര്, അതുപോലെ ആ ബുക്കിൻ്റെ പേര് ദ ന്യൂ ക്രിറ്റിസിസം, അത് 1947 ഐ തിങ്ക്, കറക്റ്റല്ലേ ഓർക്കുന്നില്ല, യെസ് 1941 ആ പുസ്തകത്തിനെ പറ്റി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്കിനി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ക്രിറ്റിസിസം നോക്കാം. ദ ന്യൂ ക്രിറ്റിസിസം പെയ്ഡ് അറ്റൻഷൻ ടു ദ ലാംഗ്വേജ് ഓഫ് ദ ടെക്സ്റ്റ് ഓർ റീഡ് ദം ക്ലോസ്ലി വിത്തൗട്ട് ദ ഇൻ്റർഫിയറൻസ് ഓഫ് എനി എക്സ്ട്രാനോസ് ഫാക്ടേഴ്സ്. മെനി അല്ല, എനി എക്സ്ട്രാനോസ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഈ മെയിൻ ഫീച്ചേഴ്സോടെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉറപ്പിക്കാം. ഓക്കെ, ഈ ഒരു പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ എസ്സേയൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ന്യൂ ക്രിറ്റിസിസം പെയ്ഡ് അറ്റൻഷൻ ടു ദ ലാംഗ്വേജ് ഓഫ് ദ ടെക്സ്റ്റ് ഓർ റീഡ് ദം ക്ലോസ്ലി. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ് റീഡിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നൊരു പോയിൻ്റാണ്. വിത്തൗട്ട് ഇൻ്റർഫിയറൻസ് ഓഫ് എനി എക്സ്ട്രാനോസ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഫാക്ടറുകളെ ഒന്നും, അതായത് ഈ പറയുന്ന കവിയുടെ അല്ലെങ്കിൽ
എഴുത്തുകാരൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ ഒന്നും, അല്ലെങ്കിൽ അത് ആ ഒരു വർക്ക് എഴുതപ്പെടാനുണ്ടായ ചരിത്ര സാഹചര്യങ്ങളെക്കുറിച്ചോ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വരുന്ന പോയിന്റ്. ഓക്കെ, സോ ക്രിട്ടിക്കൽ തിയറീസ് ഷുഡ് നോട്ട് ബി ഹാം ബാഡ് ബൈ പേഴ്സണൽ പ്രജുഡീസ്. ഓക്കെ, ഇതിൽ ക്രിട്ടിക്കൽ തിയറീസ് ഒരിക്കലും ബെയർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെയർ ചെയ്യുക എന്ന് പറയില്ല, സ്പെല്ലിങ്ങിന് ചെറിയൊരു വിഷയമുണ്ടെന്ന് തോന്നുന്നു, വോയിസ് ടൈപ്പിങ്ങിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, സോ ക്രിട്ടിക്കൽ തിയറീസ് ഷുഡ് നോട്ട് ബി ഹാം, അതായത് ഈ ക്രിട്ടിക്കൽ തിയറീസ് ഒരിക്കലും ഈ പറയുന്ന പേഴ്സണൽ പ്രെജുഡിയസ്, ഒരു പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള മൈൻഡ്, മുൻവിധിയോട് കൂടിയിട്ടുള്ള ധാരണകളൊന്നും ഈ പറയുന്ന ക്രിട്ടിക്കൽ തിയറീസിനെ ഒരിക്കലും ഹാം ചെയ്യരുത് എന്നുള്ളൊരു സംഭവം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഒരു ഫീച്ചർ, അതൊരു ഫീച്ചറാണ് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ. ഓക്കെ, ദ ക്രിട്ടിക്സ് ഷുഡ് അപ്രോച്ച് ദ പോയം at hand with an open mind. Political, religious, social, biographical or environment consideration should be kept away. Okay, ഞാൻ നേരത്തെ ഇപ്പോഴും ലാസ്റ്റും പറഞ്ഞൊരു പോയിൻ്റാണ്, ദ ക്രിട്ടിക്സ് ഷുഡ് അപ്രോച്ച് ദ പോയം അറ്റ് ഹാൻഡ് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. ഓക്കെ, വിത്തൗട്ട് പൊളിറ്റിക്കൽ, അവിടെ ഒരു വാക്കുകൂടെ പോയിട്ടുണ്ട്, വിത്തൗട്ട് പൊളിറ്റിക്കൽ, റിലീജിയസ്, സോഷ്യൽ, ബയോഗ്രഫിക്കൽ ഓർ എൻവിറോൺമെൻറ്റൽ കൺസിഡറേഷൻസ്, അല്ലെങ്കിൽ ഈ ഇത്തരം കൺസിഡറേഷൻസൊക്കെ പുറത്ത് ഷുഡ് ബി കെപ്റ്റ് അവേ. ഓക്കെ, സോ ക്രിട്ടിക്ക് എപ്പോഴും ഒരു ഓപ്പൺ ഹാൻഡഡ് ആയിട്ടുള്ള, ഒരു ഫ്രീ ഹാൻഡഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഓപ്പൺ മൈൻഡോട് കൂടിയായിട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കണം ഏതൊരു വർക്കിനോടും കാണിക്കേണ്ടത്, വിത്തൗട്ട് കൺസിഡറിങ് ദ പൊളിറ്റിക്കൽ, റിലീജിയസ്, ബയോഗ്രഫിക്കൽ, സോഷ്യൽ ഓർ എൻവിറോൺമെൻറ്റൽ കൺസിഡറേഷൻ, അല്ലെങ്കിൽ ഇത്തരം കൺസിഡറേഷൻസൊക്കെ അകലെ കീപ്പ് ചെയ്യണമെന്ന്, ഷുഡ് ബി കെപ്റ്റ് അവേ. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് വേർഡ്സ് ആണ്, വേൾഡ് അല്ല, വേർഡ്സ്, ഫ്രേസസ്, റൈം, മെറ്റഫർ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫോം ഓഫ് ദ ലാംഗ്വേജ് ഓഫ് എ പോയം ബീയിങ് ആൻ ഓർഗാനിക് ഹോൾ, ഈച്ച് കമ്പണൻറ്റ് ഈസ് ഇൻ്റർകണക്റ്റഡ്. ഈ പറയുന്ന വേർഡും അതുപോലെ ഫ്രേസസും റൈമും മെറ്റഫറും അതുപോലെ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫോം ഓഫ് ദ ലാംഗ്വേജ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് ഈ ലാംഗ്വേജിൻ്റെ ഒരു ഫോമിനെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നൊരു പോയിൻ്റാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓഫ് എ പോയം ബീയിങ് എൻ ഓർഗാനിക് ഹോൾ, ഈ എല്ലാ കമ്പണൻസും ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നുകൂടെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് എ മൈന്യൂട്ട് സ്ക്രൂട്ടിനി ഓഫ് വേർഡ്സ് ഇസ് മെയ്ഡ് ടു ബ്രിങ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ്സ് ഇൻ ironical, paradoxical, emoji use of the words also should be noted. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഒരു മൈന്യൂട്ട് സ്ക്രൂട്ടിനി ഇൻ ദ യൂസേജ് ഓഫ് വേർഡ്, അതായത് ഐറോണിക്കലായിട്ടും പാരഡോക്സിക്കലായിട്ടും ഒക്കെയുള്ള ഇമേജിക്കലായിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള വേർഡ്സിൻ്റെ യൂസേജൊക്കെ നോട്ട് ചെയ്യണം എന്നിവർ പറയുന്നുണ്ട്. ന്യൂ ക്രിറ്റിക്സ് വർ ഓപ്പോസ്ഡ് ടു ഹിസ്റ്റോറിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രിറ്റിസിസം, അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എന്താ പറയുക, കമ്പാരിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ക്രിറ്റിസിസത്തിനെ അവർ എതിർക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പോയിൻ്റാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ന്യൂ ക്രിറ്റിസിസത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്കിനി എന്താണ് ഈ പറയുന്ന ഐറണി, അതുപോലെ പാരഡോക്സ്, ഇത്തരം കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത ക്ലാസ് അതിനെക്കുറിച്ചായിരിക്കും. അപ്പം നമുക്ക് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് എന്താണ് ന്യൂ ക്രിറ്റിസിസം എന്ന് മനസ്സിലായിട്ടുണ്ടാകും, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് ഈ റൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഉടനെ തന്നെ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ചാനലിൽ നിങ്ങൾ കാണുമ്പം ചിലപ്പം ചാനലുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് സെൽഫിഷ് ആവാതെ എല്ലാവരും രക്ഷപ്പെട്ടെ എന്നുള്ള രീതിയിൽ സഹകരിച്ചാൽ ഞാൻ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, യെസ്. സോ താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.